അതേസമയം കരിമണൽ ഖനനത്തിലും മദ്യനയത്തിലുമുണ്ടായ ആശങ്കകൾ ദൂരീകരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ. ഇത്തരം നയപരമായ വിഷയങ്ങളിൽ പാർട്ടിക്കുള്ളിലും മുന്നണിയിലും ചർച്ച വേണമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ ഇപ്പം മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും ധാതുമണലിൻ്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മാത്രമല്ല, ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെൻറ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. ആലപ്പുഴ നിന്ന് ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ വൈകാരികമായ നിർണായകമായ ചില ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, ചില വകുപ്പുകളാണ് ഈ ധാതുമണൽ ഖനനവുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങൾ. ഇതുപോലെയുള്ള സുപ്രധാനമായ കാര്യങ്ങളിൽ ആരോടും ആലോചിക്കാതെ, ആരോടും ചർച്ച ചെയ്യാതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതിലുള്ള ഒരു നീരസം കെ.സി. വേണുഗോപാലിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഷാജഹാൻ. തീർച്ചയായിട്ടും ഷമ്മി, കെ.സിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് സ്വാഭാവികമായിട്ടും AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാം. മാത്രവുമല്ല, അദ്ദേഹം നമുക്കറിയാം ആലപ്പുഴയുടെ MP ആണ്, തീരദേശ മേഖലയാണ് ഇതിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കെ.സി. വേണുഗോപാലിൻ്റെ മണ്ഡലത്തിലായിരിക്കും ഈ കരിമണൽ ഖനനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ തീരദേശ മേഖല വളരെയധികം പ്രക്ഷുബ്ധമാണ്. കാര്യം ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. അത് കെ.സി. വേണുഗോപാലിൻ്റെ മണ്ഡലത്തിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. അത് കെ.സിക്കും പലതരത്തിലുള്ള പരാതികൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടി തന്നെയാണ് കെ.സി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കരിമണൽ അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നയങ്ങളുണ്ട്. ഈ നയങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അടിവരയിട്ട് പറയുകയാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹം കോൺഗ്രസിൻ്റെ നയമാണ് പറയുന്നത്. സർക്കാർ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ജനങ്ങൾക്ക് സ്വീകാര്യമാണോ എന്നത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ടെന്നും കെ.സി. വേണുഗോപാൽ പറയുന്നു. അതായത് സർക്കാർ ഏത് തീരുമാനമെടുത്താലും പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അത്തരം തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇൻഡയറക്റ്റായിട്ട് കെ.സി. വേണുഗോപാൽ നൽകിയിരിക്കുന്നത്. മദ്യനയത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാര്യം പാർട്ടിയുമായിട്ട് തീരുമാനിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഏത് തരത്തിൽ ആണ് ഇത് ഉരുത്തിരിഞ്ഞ് വരുന്നത് അതൊക്കെ തന്നെ പരിശോധിച്ച ശേഷം പാർട്ടിയുടെ നയങ്ങൾക്കനുസരിച്ച് മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതായത് ആരും ഒറ്റയ്ക്ക് അങ്ങോട്ട് മുൻപോട്ട് പോകണ്ട എന്നൊരു മുന്നറിയിപ്പാണ്. കാര്യം പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ചർച്ചകൾ നടത്തി ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് അതിനൊരു രൂപീകരണം ഉണ്ടായിട്ട് മാത്രം ഇത് സർക്കാർ തലത്തിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് തന്നെയാണ് കെ.സി. ഇന്ന് ആലപ്പുഴയിൽ വന്നപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിന് ശേഷം മറ്റ് ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഈ കെ.സിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം അതിൻ്റെ താഴെ നമുക്കറിയാം കെ.സിയെ വിമർശിച്ചുകൊണ്ട് പലതരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നു. ആ പോസ്റ്റുകൾക്ക് പിന്നിൽ ആരാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ കെ.സി. വേണുഗോപാൽ വന്ന ഘട്ടത്തിലൊക്കെ പോലും ഇത് സമാനമായ രീതിയിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോഴും അതുതന്നെ കാര്യം. കെ.സി ഒരു നിലപാടുമായിട്ട് പാർട്ടിയുടെ നിലപാടുമായിട്ട് മുൻപോട്ട് വന്നപ്പോൾ കെ.സിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ കെ.സി സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. മാത്രവുമല്ല ആലപ്പുഴ MP ആണ്. അദ്ദേഹത്തിന് ജനപ്രതിനിധി എന്ന നിലയിൽ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ധാതുമണൽ ഖനനം നടന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ദോഷം ചെയ്യും. മാത്രവുമല്ല ജനങ്ങളൊന്നാകെ അദ്ദേഹത്തിനെതിരായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. തീർച്ചയായും ഷാജഹാൻ, തന്നോട് ആത്മാർത്ഥമായ ഒരു ഹൃദയബന്ധമില്ലാത്ത ഒരു ക്യാബിനറ്റ് ആണ് തനിക്കുള്ളത് എന്നൊരു ബോധ്യം വി.ഡി. സതീശനെ എപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ പാർട്ടിയുടെയും നിയന്ത്രണം തനിക്കില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. അതായത് ഈ രണ്ട് വിഭാഗങ്ങളിലും സ്വാധീനം ചെലുത്തുന്നത് കെ.സി. വേണുഗോപാലാണ് എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ഏകപക്ഷീയമായ തീരുമാനങ്ങളിലേക്ക് വി.ഡി. സതീശൻ പോകുന്നത്. അതായത് ക്യാബിനറ്റിൽ വെച്ചാലും വിമർശനമുണ്ടാകും, പാർട്ടിയിൽ വെച്ചാലും വിമർശനമുണ്ടാകും, തൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന പശ്ചാത്തലത്തിൽ പിന്നീട് ഒരുള്ള മാർഗം ഏകപക്ഷീയമായി കാര്യങ്ങൾ പ്രഖ്യാപിക്കുക, സ്വയം തീരുമാനമെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു ലൈനാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഒരു അമർഷമാണ് കെ.സിയുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. പാർട്ടിക്കകത്ത് ആലോചിച്ച് തീരുമാനിച്ച് നടപ്പാക്കണം എന്ന നിർദ്ദേശമാണ് ഭംഗ്യന്തരേണ അദ്ദേഹം നൽകുന്നത്. അങ്ങനെയല്ലേ ഷാജി?
തീർച്ചയായിട്ടും ഷമി, അത് തന്നെയാണ് കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ തീരുമാനിച്ചു അല്ലെങ്കിൽ മന്ത്രി തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇതൊക്കെ പാർട്ടി തലത്തിൽ തീരുമാനിച്ച് അതിനൊരു രൂപീകരണം ഉണ്ടായതിനു ശേഷമായിരിക്കണം ക്യാബിനറ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ ബജറ്റിൽ ഇക്കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ യാതൊരുവിധ കൂടിയാലോചനകളും നടക്കാതെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് കെ.സി. വേണുഗോപാലിൻ്റെ വാക്കുകൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉപയോഗിച്ച വാക്കിതാണ്, തീരദേശ മേഖലയിൽ പരിഷ്കാരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കില്ല. ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ അവിടുത്തെ സംഘടനകളുടെയും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട സംഘടനയുടെ ഒക്കെ തന്നെ ഒരു ഏകീകരണത്തിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. മാത്രമല്ല ഇതിന് പാർട്ടിക്ക് പ്രത്യേക നയങ്ങളുണ്ട്. കാര്യം കരിമണൽ ഖനനം നടത്തുന്നതിനും പാർട്ടിയുടേതായിട്ടുള്ള നയങ്ങളുണ്ട്. ആ നയങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ഇത്തരം പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാവൂ എന്നൊരു മുന്നറിയിപ്പാണ് കെ.സി. വേണുഗോപാൽ നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. അദ്ദേഹത്തിനത് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ഷാജഹാൻ, കരിമണൽ ഖനനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മുൻപ് VM സുധീരനടക്കം എടുത്തിട്ടുള്ള നിലപാടുകൾ അത് അതിശക്തമായ നിലപാടാണ്. ഒരു കാരണവശാലും ഒരു കരിമണൽ ഖനനം അനുവദിക്കില്ല. ഇപ്പോൾ CMRL അടക്കം ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ ധാരാളം ഭൂമി വാങ്ങിയിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ അത് ഖനനം ചെയ്തെടുക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് ഇപ്പോഴല്ല, പണ്ട് മുതലേ VM സുധീരനും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ചും ആലപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ മദ്യനയവും ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായും VD സതീശിനെതിരാണ്. VM സുധീരൻ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹം ആലപ്പുഴയുടെ രാഷ്ട്രീയം അറിയാവുന്ന വ്യക്തിയാണ്. കെ.സി. വേണുഗോപാൽ, ലിജു ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഷാജഹാൻ, രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും ഷമ്മി, അത് തന്നെയാണ് നമുക്കറിയാം. കാര്യം ഇതിപ്പോൾ പാർട്ടിക്കാർക്ക് പൊതുവേ ആലപ്പുഴയിൽ ആദ്യത്തെ ഒരു ബഡ്ജറ്റിൽ തന്നെ ഇത്തരത്തിലുള്ള കല്ലുകടികൾ വന്നതോടുകൂടി പാർട്ടിക്കുള്ളിലും ശക്തമായ അമർഷമുണ്ട്. കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ അത് പാർട്ടിയുമായിട്ട് ആലോചിച്ച് വേണം പ്രഖ്യാപിക്കാൻ. പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിലെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഷമ്മി സൂചിപ്പിച്ച പോലെ തന്നെ അന്ന് VM സുധീരൻ ആലപ്പുഴയിലെ MP ആയിരുന്നു. ആ സമയത്താണ് അന്ന് മുഖ്യമന്ത്രി A.K. ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്ത് കരിമണൽ ഖനനത്തിന് ഒരു നീക്കം നടന്നത്. പക്ഷേ അന്ന് അതിന് ആലപ്പുഴയിലെ MP ആയിരുന്ന VM സുധീരനാണ് LDFിനോടൊപ്പം ചേർന്നുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തിയത്. ഒരു പക്ഷേ ഇനിയും ഇത്തരം നീക്കവുമായിട്ട് VD സതീശൻ മുന്നോട്ട് പോയാലും ആലപ്പുഴയിലെ MP എന്നുള്ള നിലയിൽ കെ.സി. വേണുഗോപാലിനും ഇതിനെതിരെ രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ വെച്ച് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം തീരുമാനിച്ചാൽ മതി എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ആലപ്പുഴയിലെ MP കൂടിയാണ്. തീരദേശ മേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഈ 7 മണ്ഡലങ്ങളിലെയും തീരപ്രദേശത്താണ് ഇപ്പോൾ ഖനനം നടത്താനുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹബ്ബായിട്ട് ആലപ്പുഴ മാറ്റുമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അത് കെ.സി. വേണുഗോപാൽ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും മുഖ്യമന്ത്രി VD സതീശൻ്റെ നിലപാടുകളിൽ വലിയ എതിർപ്പാണ് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടു വരുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ പ്രഖ്യാപിച്ചത്. കാര്യങ്ങൾ UDFിൽ കോൺഗ്രസിലൊക്കെ ആലോചിച്ച് വേണം നടപ്പിലാക്കേണ്ടത്, അല്ലാതെ മുഖ്യമന്ത്രിക്ക് തന്നിഷ്ടപ്രകാരം ഏകപക്ഷീയമായി നയങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്.